ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അതിന് ഞാനൊരു ഗ്രീൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലീഫിന് ആവശ്യമായിട്ടൊരു ഗ്രീന്, പിന്നെ ഒരു റെഡ് എടുത്തിട്ടുണ്ട്. അത് 4 വേണം. പിന്നെ ഒരു യെല്ലോ, അതൊരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ സീസർ, ഗ്ലൂ, പിന്നെ പെന്ന്, അത് ചെറിയ ആവശ്യത്തിന്. ഞാൻ ആദ്യം റെഡ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ. ഇങ്ങനെ വീണ്ടും മടക്കാം. ഇങ്ങനെ പിന്നെയും മടക്കണം, പിന്നെയും മടക്കാം, പിന്നെ വേറൊരു രീതിയിൽ മടക്കിയെടുക്കാം. ഇനി പെന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. നേരെ മടക്കണം അത്. പിന്നെ ഞാനൊരു പെന്ന് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പെന്ന് ഉപയോഗിക്കാതെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ അതിൻ്റെ എല്ലാം ഇങ്ങനെ ചെയ്യണം. പിന്നെ അതിൻ്റെ മിഡിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. അത് പ്രത്യേകതരം ഭംഗിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ മടക്കി കൊടുക്കുക. അത് പ്രത്യേകതരം ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി 4 അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ യെല്ലോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കഷ്ണം എടുക്കാവുന്നു. ഇനി അത് മടക്കി കൊടുക്കാം. ഇനി ഒരു സ്കെയിൽ മറ്റോ ഉപയോഗിച്ചിട്ട് നടുവിൽ നിന്ന് ലൈൻ ഇട്ടെടുക്കാം. ഇനി ആ ഓപ്പണായ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ മുറിയിട്ട് എടുക്കാം. ആ ലൈൻ വരെ കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് മതി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ മടക്കിയതുപോലെ തന്നെ ഇനി ആ സ്റ്റിക്കിലോട്ട് പറ്റിച്ചെടുക്കുക. ഇനി അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ ഒരു പേപ്പർ എടുത്തിട്ട് 4 സൈഡായിട്ട് മടക്കുന്നുണ്ട് സ്ക്വയർ ഷേപ്പിൽ. ഇനി അതൊരു ലീഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എനിക്കറിയില്ല വരയ്ക്കാൻ, എന്നാലും ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ മുറിച്ചാൽ എനിക്കറിയേയില്ല. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഷേപ്പിലായി വന്നു. ഇനി ഞാനതിൻ്റെ മിഡിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ നേരെ വെച്ചിട്ട് ഇനി നമുക്ക് അതെല്ലാം അതിനടിയിൽ കൂടി ഇട്ടെടുക്കാം. മുഴുവൻ 4 ഇട്ട് കഴിഞ്ഞു. ഇതാ കാണാൻ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് ആ ലീഫ് കൂടി ഇട്ടെടുക്കാം.
ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം താഴെ വീഴുന്നതിന് പകരം ഞാൻ അത് ചുറ്റി കൊടുക്കുന്നുണ്ട്. അടിയിൽ വേസ്റ്റ് വരുന്ന പേപ്പേഴ്സ് കൊണ്ട് ചുറ്റി കൊടുത്താൽ അത് താഴെ വീഴില്ല. കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.